ഹായ് ഗൈസ്, ഹാർഡ് കോർ സീരീസിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഹാർഡ് കോറിലാണ്. കഴിഞ്ഞ എപ്പിസോഡിലൊരു വില്ലേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് പോയി എക്സ്പ്ലോറും ചെയ്യണം. പിന്നെ ഇവിടെ ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ ചെറിയൊരു ബേസ്, സ്റ്റാർട്ടർ ബേസ് ഒന്നുമല്ല, അല്ലാണ്ട് തന്നെ. അപ്പം നമുക്ക് ആദ്യം പോയിട്ട് ആ വില്ലേജിൽ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഫുള്ള് ഇപ്പൊ പടമായാണ് നോക്കിപ്പോണ്. ഇവിടെ മൊത്തം കുഴിയിൽ അത്ര ഒറ്റടവില്ല. ആദ്യത്തെ വീട്ടിലൊരു തേങ്ങയില്ല. എൻ്റെ പള്ളി അതേ ഒരു ബ്ലാക്ക് സ്മിത്ത് കാണുന്നു. നമുക്ക് അങ്ങോട്ട് പോവാം. കൊള്ളാം. പെട്ടി അടക്കം അതെ വില്ലേജേഴ്സ് ഒന്നും അപ്പോൾ സീനില്ല. അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഹേബേല് കിട്ടിയിരുന്നെങ്കിൽ ഹേബേല് വെച്ച് എം എൽ ചെയ്യായിരുന്നു. ഇതിനകത്തുണ്ട്. ഓ, ഹെൽമറ്റും സോഡും ഇവിടെ ഉണ്ടായിരുന്നു. സാരമില്ല, ആവശ്യം വരും. ഷുഗർക്ക് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അണ്ണേ, എന്തൊട്ടാ വിശേഷം? അങ്ങോട്ടങ്ങനെ പോകും. വെള്ളത്തിലെടുത്ത് ചാടിയിട്ട് പിന്നെന്തിനാ ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറി? എന്നാക്കണ്ട. നമുക്ക് ഇത് കാണാമല്ലേ, പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ. ക്യാരറ്റ് ഇത് ആവശ്യമുണ്ട്. പൊട്ടറ്റോ ക്യാരറ്റ് ആവശ്യമുണ്ട്. സീനില്ല. അതിവിടെ പെട്ടിയുണ്ട്. അയ്യോ, വൈറലായിരുന്നു. ഒന്നുമില്ല. വില്ലേജേഴ്സ് ലാഗാവുന്നുണ്ട്. വീറ്റ് വേണ്ട തൽക്കാലം. എൻ്റെ കുഞ്ഞില്ല. ഇതൊരു കിഴി. പൊട്ടറ്റോയും കിട്ടി. സെറ്റ്. ഇൻവെൻട്രി ഏകദേശം നിറഞ്ഞു. നമുക്കപ്പോൾ തിരിച്ചു പോയേക്കാം. ഇതിലും കണ്ടു. എന്നാലും ഞാൻ അവിടെ എത്തട്ടെ, എന്നിട്ട് നിങ്ങളെ കാണിക്കാം. അല്ലാണ്ട് ഞാൻ ഈ വീഴുന്ന കാണിച്ചോണ്ടിരുന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതുവരെ കിട്ടിയ സാധനങ്ങളെല്ലാം ഞാൻ ആ പെട്ടിക്കകത്ത് വെക്കട്ടെ, വില്ലേജിൽ നിന്ന് കിട്ടിയത്. ഇനി ഞാൻ വേണ്ട സാധനങ്ങളൊന്ന് കളക്ട് ചെയ്തിട്ട് വരുന്നു. വേറൊരു വില്ലേജ് കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ അവിടെ ഒന്നും മരമില്ലാഞ്ഞിട്ട് മരം വെട്ടാൻ വന്നതാ. അപ്പോൾ വേറൊരു വില്ലേജ്. പിന്നെ വില്ലേജ് ഓൺലി വേൾഡ് വല്ലതാണ്. അത് ഞാൻ മറ്റേ നേരത്തെ കയറിയ വില്ലേജാണ്. നോക്കട്ടെ. അല്ല, കാരണം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അവിടെ. ഏതെങ്കിലും ഒരു പെട്ടി എന്താ നമുക്ക് ഉറപ്പിക്കാലോ. കാരണം ഞാൻ അവിടുത്തെ പെട്ടിയെല്ലാം അടിച്ചു മാറ്റിയത്. ഇല്ല, ഇതൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ലായിരുന്നു. ഈ ലൈബ്രറി ലെക്ടേണൊന്നും. അങ്ങ് മരം ഇല്ലാത്തതുകൊണ്ട് മരം വെട്ടാൻ വന്നേ, അങ്ങനെ കിട്ടിയത് അത്. ചർച്ചൊക്കെ ഉണ്ട്. അതിനകത്ത് ചർച്ചും കാര്യങ്ങളൊന്നുമില്ല. ഇനി ചർച്ച തന്നെയല്ലേ പറയുന്നത്, പറഞ്ഞോളൂ. അതേ പെട്ടിയുണ്ട്. അപ്പൊ തന്നെ വേറെ വില്ലേജ്. എമറാൾഡ് കിട്ടി. ഞാൻ നോക്കുമ്പോ ഇവിടെ ഒന്നും മരവും ഇല്ല. ഞാൻ വെച്ച സാപ്ലിങ് ആണെങ്കിൽ വളരുന്നുമില്ല. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ചെറിയൊരു ഫുഡ് ഫാർം അങ്ങ് സെറ്റാക്കി വെക്കാം. ഇതിൻ്റെയൊക്കെ വീറ്റ്, ക്യാരറ്റ്, പൊട്ടറ്റോ, പിന്നെ എന്നതാ പൊട്ടറ്റോ എന്തൊക്കെയോ ഇല്ലേ, അതൊക്കെയും. പിന്നെ ഇനി ഈ മൂലൊക്കെ എവിടെയെങ്കിലും ഇവിടെ നമുക്ക് ഷീപ്പിനെയും മറ്റേ ഇതിനെയും പിടിച്ചിടാം. ഷീപ്പും കൗവിനെയും. പിഗ്ഗീനെ വേണേ പിന്നെ പിടിച്ചിടാം. ഇപ്പം അതിനെ രണ്ടിനെയും ഇവിടെ പിടിച്ചിടാം.
അങ്ങ് അവിടെ നമുക്ക് കുറച്ച് ഫുഡിൻ്റെ ഇത് പണിയാം. കാരണം എന്തായാലും ഫുഡ് ആക്കണം ഞാൻ. ലാഗ് അടിക്കുന്നത്. പിന്നെ ഇതൊക്കെ വളരുന്ന സമയം കൊണ്ട് ആ സമയത്ത് തന്നെ നമുക്കങ്ങ് വെട്ടിയെടുക്കാനും പറ്റും. ഇതേ കണ്ട ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മരം വളരും. നമുക്ക് അപ്പം പോയി വെട്ടാം. അല്ലാണ്ട് ഇത് വളരാൻ നിന്നിട്ട് വെട്ടാൻ നിന്ന ഇതൊന്നും ആവില്ല. നല്ല സമയം പിടിക്കും. പ്രത്യേകിച്ച് ഒന്നും നടക്കത്തുമില്ല. ഇതാകുമ്പോൾ രണ്ട് കാര്യങ്ങളങ്ങ് നടന്നു പോയിക്കോളും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഉണ്ടല്ലോ ഇപ്പം മരം വളർന്നു. ഇനി ഈ കിട്ടിയ സാപ്ലിംഗ് ഒക്കെ ഇവിടെ നട്ടു വെക്കണം. അപ്പം നമ്മൾ മറ്റേത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മരം വളരും. ഇനി നമുക്ക് ഇവിടെ അങ്ങ് അതങ്ങ് സ്ഥാപിച്ചേക്കാം. അങ്ങൊക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ ആക്കുന്നത്. സാരമില്ല, നമുക്കത് എവിടെയെങ്കിലും കറക്റ്റായിട്ട് ആക്കാം. ഇപ്പോൾ ഇത് ടെമ്പററി ആയിട്ടാണ് ആക്കുന്നത്. അങ്ങനെ ഞാനത് കുഴിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് വെള്ളം തേച്ചിട്ട് ഇതായിരിക്കൂലേ സണ്ടാറ്. ഐ വട്ടം മാറിപ്പോയി. ഇതായിരിക്കുമല്ലോ അല്ലേ? അല്ല, കുറച്ച് ഇങ്ങോട്ട് മാറ്റാം. ഇങ്ങോട്ടാക്കാം. ഇനി 1 2 3 4. വീറ്റ് കഴിഞ്ഞില്ല. വീറ്റ് നമുക്ക് പിന്നെ ആക്കാം. ഓക്കെ, സെറ്റ്. എൻ്റെ തെറ്റ് എവിടെ? ഇവിടെ. കറക്റ്റാണ്. ഞാൻ പിന്നെ അല്ല കുറേ പിടിച്ച് കയറ്റി. ഇനിയിപ്പം എൻ്റെ ചെസ്റ്റിൽ ഇപ്പോൾ വീറ്റ് ഉണ്ടല്ലോ അല്ലേ പറഞ്ഞ പോലെ. അത് ഇവന്മാരെ പിടിച്ച് ഇതിനകത്തേക്ക് ഇടാം. ബാ 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 ഡേയ് ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. കമോൺ. നിങ്ങളുടെ ആവശ്യമില്ല ഇവിടെ. കാര്യം ഇപ്പൊ ഒരു മനസ്സ്. ഇവനെ പിടിച്ച് ഇവിടെ ഇട്ടേക്കാം. വരുമ്പോ ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്കിനും വലുതാവിക്കോണം കേട്ടാ. വാ, അവിടെ കട. അതവിടല്ല അല്ലേ? എനിക്ക് കുറച്ച് അവനെന്തി താഴോട്ട് വേണം. അതെ എനിക്കുന്നവിടെ എന്നെ വലുതാവ്. വലുതാവ്. അത് സെറ്റായി. സെറ്റ് സെറ്റായിട്ടുണ്ട്. ഈ 6 10 സ്റ്റാക്ക് പോലും ആയിട്ടില്ല. അതാ പ്രശ്നം. അവിടെ ഒരു മരം നിൽക്കുന്നു. നമുക്കതങ്ങ് നട്ടേക്കാം. വെട്ടിയേക്കാം. ഓടിക്കോ. അപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും കൊണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും പറ്റുന്നത്രയും ബിൽഡ് ചെയ്ത് വെക്കാം. കുറച്ച് സാധനം കൂടെ മൈൻ ചെയ്തിട്ടുണ്ട്. അത്രയൊക്കെ തന്നെ. ഇനിയിപ്പോൾ നമുക്ക് പോയിട്ട് വുഡ് എടുത്തിട്ട്, ചെറുതായിരിക്കും, വലിയ വലിപ്പമൊന്നും കാണൂല. അതിപ്പോഴേ പറഞ്ഞേക്കാം. ഒന്നുമല്ല, ചെറുത് മതി ആയിരിക്കും. ഒന്ന് പണിതിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഗൈസ്, ഇങ്ങനെയായിരിക്കും നമ്മുടെ വീട് വരാൻ പോകുന്നത്.
ഇത്രയും വെച്ചപ്പോൾ തന്നെ എൻ്റെ വുഡ് അങ്ങ് തീർന്നു. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. കിട്ടുന്ന അപ്പം ഞാൻ വെട്ടുന്നുണ്ട്, എന്നാലും കാര്യമില്ല. എൻ്റെ ഇത് മൊത്തം വുഡ് മൊത്തം തീർന്നിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് വളരണം, എന്നാലേ ബാക്കി ബിൽഡ് ചെയ്യാൻ പറ്റൂ. കുറച്ച് സാപ്ലിങ് ഇരിപ്പുണ്ട്, അതൊന്ന് നട്ട് വെച്ചേക്കാം. മരം വളരുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. ആയിരിക്കില്ല കുറച്ചും കൂടെ നല്ലത്. ചത്തിട്ടുണ്ട്. കുറച്ച് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ ഗ്ലാസ് വെക്കാം. പിന്നെ ഈ സ്റ്റോൺ മാത്രമുള്ളിടത്ത് നമുക്ക് വേറെ ബ്ലോക്ക് വെക്കാം. മറ്റേ ഗ്ലാസ്സെല്ലാം ഒന്ന് വെച്ചേക്കാം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അവിടെ നമുക്ക് സ്റ്റെപ്പ് വെക്കാം. എന്തിൻ്റെ വെക്കും? സ്റ്റോൺ തന്നെ വെക്കാം. സ്റ്റോണിൻ്റെ കുറേ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ആദ്യത്തെ ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം. സെറ്റല്ലേ? ഇവിടെയും കൂടെ വെക്കാം. ഇവിടെ ഇരിക്കട്ടെ. ഓ, ഡോറ് പറഞ്ഞു ഇവിടെ ആക്കില്ല അല്ലേ? ഇനി ഇവിടെ ഫുള്ള് ഗ്ലാസ് തന്നെ വെക്കാം. ഞാനിത് മൊത്തം വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, കുറേ നേരം ഞാൻ ഡേ 5-ലോ 6-ലോ മറ്റാണ് ഇത് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഇത് 26 ആയിട്ടുണ്ട്. അത്രയും നേരം എടുത്തിട്ടാണ് ഈ ഒരു ചെറിയൊരു വീട് പണിത് തീർത്തത്. ഇതാണ് നമ്മുടെ ബിൽഡ്. ഇന്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ബ്ലോക്ക് മിസ്സിങ് ഉണ്ട്, അത് ഞാൻ വെച്ചോളാം. ഇത് സാരില്ല, ഞാൻ എടുത്ത് മാറ്റിക്കോളാം. ഇതാണ് നമ്മുടെ ഉൾഭാഗം എന്ന് പറയുന്നത്. കുറച്ച് പണിപ്പെട്ടു ഇത് ബിൽഡ് ചെയ്യാൻ. പുറമേ നിന്ന് കാണുമ്പോൾ ഇങ്ങനെയാണ്. 2 നിലയുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ സ്റ്റോറേജും കൂടെ ആക്കാം. അതൊക്കെ പിന്നെ ചെയ്യാം. ഇതാണ് നമ്മുടെ കയറി വരുന്ന സ്ഥലം എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ മണ്ടക്കോട്ട് കയറിയാൽ ഇവിടെ ഒരു ഫ്ലോർ ഉണ്ട്. ഇത് എന്താക്കണം എന്ന് പറഞ്ഞുകൂടാ. ഇവിടെ ഒരു ഫ്ലോർ ഉണ്ട്, ഞാൻ കയറാൻ വെച്ചിരിക്കുന്ന. കുറച്ചും കൂടെ പണിയുണ്ട് ഇവിടെ, അതും കൂടെ ചെയ്ത് തീർത്തിട്ട് ഞാൻ അതെടുത്ത് മാറ്റിക്കോളാം. അപ്പോൾ ഇതുവരെയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഡോർ വെച്ചില്ല, അത് അതിനുള്ള മരമില്ല എൻ്റെ കയ്യിൽ. എല്ലാം കൊണ്ട് ദാരിദ്ര്യമാണ്. അപ്പോൾ ഗൈസ്, ഇതുവരെയായിരുന്നു ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഷെയറും കൂടെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാ കൂട്ടുകാർക്കും ഓക്കെ, ബായ്.